നേഹ ഇപ്പോൾ ലണ്ടനിലാണ് പോകുന്നത് ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ നല്ല ഒടുക്കത്തെ വിശപ്പ്, ആരും നോക്കി നിന്നില്ല. നേരെ ഈ ഒരു കഫേയിലേക്ക് നേഹ ഓടിച്ചെന്നു. ഇതൊരു നല്ലൊരു കഫേ ആയിരുന്നു. നേഹ ഇസ് എക്സ്പ്ലോറർ. ഡോറ എന്ന് പറയുന്നത് എൻ്റെ എല്ലാം നേഹയാണ്. ഏത് ഫുഡ്, എവിടുത്തെ ഫുഡ്, എങ്ങനത്തെ ഫുഡ് എല്ലാം നേഹയ്ക്കാറ്. ഏത് സ്ട്രീറ്റ്, എന്ത് സ്ട്രീറ്റ്. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ കൂടെ പോവുക, കുറേ നേരം ഇട്ട് വായിട്ട് അലയ്ക്കുക, വാങ്ങുന്ന സാധനത്തിൻ്റെ പകുതി കൈയിട്ട് വരാം. ഇതൊക്കെയാണ് എൻ്റെ ജോലി. അതിനുശേഷം നമ്മൾ ഈ ഒരു സാധനം മേടിച്ചു. കാണാൻ നല്ല ക്യൂട്ട് ഉണ്ടായിരുന്നു, പക്ഷെ എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. എന്നിട്ടൊന്നും തിന്നത്തുമില്ല. ഒരു വൈബില്ലാത്തൊരു സാധനം. നാട്ടിലെ ജെല്ലി ഗൈസ്, ഒന്നും ഇല്ല ഇതിൽ. ഒരു വൈബില്ലാത്തൊരു സാധനം. നാട്ടിലെ ജെല്ലി. തള്ള വൈബ്, തള്ള വൈബ്, തള്ള വൈബ്, തള്ള വൈബ്, തള്ള വൈബ്, തള്ള വൈബ്. എല്ലാം വേണമെന്നും പറഞ്ഞ് കൂടെ വരും. തളവൈബായം ചോദിച്ചാൽ ശരിക്കും ആയിട്ടോ. ഇടത്ത് ഇപ്പോൾ പോകാൻ ഇറങ്ങാനൊന്നും വയ്യ, പിന്നെ അങ്ങ് പോകണമെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ പോകുന്നത് ആരെ കാണാനെന്ന് വെച്ചാൽ ബിബിൻ ചേട്ടനെ കാണാനാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നാട്ടിൽ വെച്ച് കണ്ട അൺഎക്സ്പെക്റ്റഡ് ചേട്ടൻ, അതാണ് ബിബിൻ ചേട്ടൻ. ഇത്തവണ ഒരു ഹണിമൂണിന് UK വന്നു. അപ്പോൾ അവിടെയും പോയി ഉളുപ്പില്ലാതെ ഞാനും എൻ്റെ നേഹയും കൂടെ പോയി കാണുവാണ്. എന്തിനാണ് ഇവർ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ വന്നതെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ എവിടെ വെച്ചാൽ ഇവരെ പോയി കാണാനുള്ള പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവരെയും കൊണ്ട് നേരെ ഒരു ബാറിൽ പോയി ഒരു ബിയറൊക്കെ അടിച്ചിട്ട് നേരെ നമ്മൾ ഇവരെ കൊണ്ട് ഒരു ഹോട്ട് ചോക്ലേറ്റും കേക്കൊക്കെ മേടിക്കാനായിട്ടുള്ള പ്ലാനായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടും കമന്റ് അടിക്കും വായ്നോട്ടത്തിന് ഒരു കുറവും ഇല്ല. അതിനുശേഷം ഇവിടെ ചെന്നു ഒരു ഒറ്റ കേക്ക് മേടിച്ചോളൂ, ഭയങ്കര മധുരം. അതിനുശേഷം നമ്മളൊരു ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കുടിച്ചു. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ടിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആയിരുന്നു. നമ്മളെ കോളേജിൽ പഠിച്ച അങ്ങനെ ഇവനെ അവിടെ വെച്ച് കണ്ട്. അതിനുശേഷം നമ്മൾ നേരെ പോയത് ഒരു സ്റ്റേഡിയത്തിലാണ്, എമിറേറ്റ് സ്റ്റേഡിയം. ബിബിൻചേട്ടൻ്റെ ആഗ്രഹമായിരുന്നു ഒരു ഫുട്ബോൾ മാച്ച് കാണുമെന്ന്. അവിടെ ചെന്നപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല, കയറ്റാത്തതാണോ എന്നും അറിയത്തില്ല. ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കുറച്ചു നേരം കറങ്ങി നടന്നു. അതിനുശേഷം നമുക്ക് പോകാൻ സമയം, അവർക്കും പോകാൻ സമയം. അങ്ങനെ എല്ലാവരും ടാറ്റയും ബബ്ബയും പറഞ്ഞ് ഞാനും നേഹയും തിരിച്ച് വീട്ടിലെത്തി. ബൈ.